ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ കോൺഫിഗർ ചെയ്യുന്നതും അവ ഉപയോഗിച്ച് ഒരു സിമ്പിൾ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനും നടത്തുന്ന വളരെ രസകരമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: 8051 മൈക്രോ കൺട്രോളറിലെ പോർട്ട് പിന്നുകൾ തിരിച്ചറിയാൻ, മൈക്രോ കൺട്രോളർ കിറ്റിൽ പ്രോഗ്രാം എൻ്റർ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ. ആദ്യം മൈക്രോ കൺട്രോളർ എന്താണെന്ന് നോക്കാം. ഒരു മൈക്രോ കൺട്രോളർ ഒരു ലോ കോസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടറാണ്. ഇത് എംബഡഡ് സിസ്റ്റങ്ങളുടെ പ്രത്യേക ടാസ്കുകൾ പെർഫോം ചെയ്യാനായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. സാധാരണ മൈക്രോ കൺട്രോളറിൽ പ്രോസസർ, മെമ്മറി, റാം, റോം, ഇപ്രോം, സീരിയൽ പോർട്ടുകൾ, ടൈമറുകൾ, കൗണ്ടറുകൾ, പെരിഫറലുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇനി 8051 മൈക്രോ കൺട്രോളറിന്റെ പിൻ ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കാം. പിന്നുകൾ 1 മുതൽ 8 വരെ. ഈ പിന്നുകൾ പോർട്ട് 1 എന്നറിയപ്പെടുന്നു. ഇതൊരു ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടായി പ്രവർത്തിക്കുന്നു. പിൻ 9 ഇതൊരു റീസെറ്റ് പിന്നാണ്. ഇത് മൈക്രോ കൺട്രോളറിനെ അതിന്റെ ഇനിഷ്യൽ വാല്യൂവിലേക്ക് റീസെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. 10 മുതൽ 17 വരെയുള്ള പിന്നുകൾ. ഈ പിന്നുകൾ പോർട്ട് 3 എന്നറിയപ്പെടുന്നു. RxD ഡാറ്റ സ്വീകരിക്കുന്നു. ഫംഗ്ഷൻ: ഒരു എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് ഡാറ്റ സ്വീകരിക്കുന്നതിന് സീരിയൽ കമ്മ്യൂണിക്കേഷനു വേണ്ടി RxD പിൻ ഉപയോഗിക്കുന്നു. TXD ട്രാൻസ്മിറ്റ് ഡാറ്റ. ഫംഗ്ഷൻ: ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് ഡാറ്റ കൈമാറുന്നതിന് സീരിയൽ കമ്മ്യൂണിക്കേഷനു വേണ്ടി TXD പിൻ ഉപയോഗിക്കുന്നു. INT ബാഹ്യ തടസ്സം. ഫംഗ്ഷൻ: പെരിഫറൽ ഡിവൈസുകളിൽ നിന്ന് ഇന്ററപ്ഷൻ സ്വീകരിക്കാൻ INT പിൻ ഉപയോഗിക്കുന്നു. T0 ടൈമർ 0. ഫംഗ്ഷൻ: 8051 മൈക്രോ കൺട്രോളറുകളിലെ ടൈമറുകളിൽ ഒന്നാണ് T0. ടൈമിങ്ങിനും കൗണ്ടിംഗ് ആപ്ലിക്കേഷനുകൾക്കും ഇത് ഉപയോഗിക്കുന്നു. T1 ടൈമർ 1. ഫംഗ്ഷൻ: T1 എന്നത് 8051 മൈക്രോ കൺട്രോളറുകളിലെ മറ്റൊരു ടൈമറാണ്. ഇത് ടൈമിങ്ങിനും കൗണ്ടിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. റൈറ്റ് ആൻഡ് റീഡ് സിഗ്നൽസ്. ഫംഗ്ഷൻ: ഈ സിഗ്നലുകൾ സാധാരണയായി എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ പെരിഫറലുകളുമായി ഇന്റർഫേസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. പിന്നുകൾ 18ഉം 19ഉം. സിസ്റ്റം ക്ലോക്ക് ലഭിക്കുന്നതിന് ഒരു എക്സ്റ്റേണൽ ക്രിസ്റ്റലിനെ ഇന്റർഫേസ് ചെയ്യുന്നതിന് ഈ പിന്നുകൾ ഉപയോഗിക്കുന്നു. പിൻ 20 ഈ പിൻ സർക്യൂട്ടിലേക്കുള്ള ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പവർ സപ്ലൈ ആയി പ്രവർത്തിക്കുന്നു. പിന്നുകൾ 21 മുതൽ 28 വരെ. ഈ പിന്നുകൾ പോർട്ട് 2 എന്നറിയപ്പെടുന്നു. ഇതൊരു ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടായി പ്രവർത്തിക്കുന്നു. പിൻ 29 ഇത് PSEN പിന്നാണ്, അതായത് പ്രോഗ്രാം സ്റ്റോർ എനേബിൾ. പിൻ 30 ഇത് ALE പിന്നാണ്, അതായത് അഡ്രസ് ലാച്ച് എനേബിൾ. പിൻ 31 ഇത് EA പിന്നാണ്, അതായത് എക്സ്റ്റേണൽ ആക്സസ് ഇൻപുട്ട്. പിന്നുകൾ 32 മുതൽ 39 വരെ. ഈ പിന്നുകൾ പോർട്ട് 0 എന്നറിയപ്പെടുന്നു. ഇത് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടായി പ്രവർത്തിക്കുന്നു. പിൻ 40 ഈ പിൻ സർക്യൂട്ടിലേക്ക് പവർ സപ്ലൈ നൽകാൻ ഉപയോഗിക്കുന്നു. സാധാരണയായി +5 വോൾട്ട് ആയിരിക്കും. ഇതിനുശേഷം നമുക്ക് കൺട്രോളറിന്റെ പിൻ പോർട്ട് ചെയ്യാനും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനും വേണ്ടി പോർട്ട് കോൺഫിഗർ ചെയ്യാനായി ആവശ്യമുള്ള ഉപകരണങ്ങളും സാമഗ്രികളും നോക്കാം. ഇതിനായി നമുക്ക് ഇനി പറയുന്നവ ആവശ്യമാണ്: മോണിറ്ററും ലാപ്ടോപ്പും ഒരെണ്ണം, മൈക്രോ കൺട്രോളർ കിറ്റ് ഒരെണ്ണം, USB കേബിൾ ഒരെണ്ണം, FRC കേബിൾ 2 എണ്ണം, ഫ്ലാഷ് മാജിക് സോഫ്റ്റ്വെയർ, പിന്നെ കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ. ഇനി നമ്മൾ കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഗ്രാം റൺ ചെയ്യും. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് കെയിൽ സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം എൻ്റർ ചെയ്യാം. നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ മൈക്രോവിഷൻ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു പുതിയ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന ഇടത്തെ 8051 മൈക്രോ കൺട്രോളർ എന്ന പേര് നൽകുക. പ്രോജക്റ്റ് അനുസരിച്ച് ഫയലിന്റെ പേര് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഇതിനെ ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നു. തുടരാൻ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യാൻ ഒരു ടാബ് പോപ്പപ്പ് ആകുന്നത് ദൃശ്യമാകുന്നു. ഇവിടെ നമ്മൾ 8051 മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നു. ഡാറ്റാബേസിൽ നിന്ന് AT89C51 സെലക്ട് ചെയ്ത് OK ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ഫയലിനായി നോ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിന്റെ ഇടതുവശത്ത് പ്രോജക്റ്റ് എന്ന ടാബ് ദൃശ്യമാകുന്നു.
ടാർഗറ്റ് 1 അടുത്തുള്ള പ്ലസ് ഡിസൈൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സോഴ്സ് ഗ്രൂപ്പ് ഓപ്പൺ ആകുന്നു. സോഴ്സ് ഗ്രൂപ്പ് 1 റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ന്യൂ ഐറ്റം ടു ഗ്രൂപ്പ് സോഴ്സ് ഗ്രൂപ്പ് 1 സെലക്ട് ചെയ്യുക. ഞങ്ങൾ പ്രോഗ്രാം അസംബ്ലി ഭാഷയിൽ എഴുതുന്നതിനാൽ ASM ഫയൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ എന്ന ഫയലിന് പേര് നൽകുക. സോഴ്സ് ഗ്രൂപ്പ് 1 ചേർക്കുന്നതിന് ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത .asm ഫയലിൽ പ്രോഗ്രാം എൻ്റർ ചെയ്യാൻ ആരംഭിക്കുക. org 00h ഒറിജിനൽ മെമ്മറി അഡ്രസ് 00h ആയി സെറ്റ് ചെയ്യുന്നു. പ്രോഗ്രാമിനായി ഒരു ലൂപ്പ് സൃഷ്ടിക്കാൻ L1 എന്ന ലേബൽ നിർവചിക്കുക. MOV A P1 പോർട്ട് 1 P1ന്റെ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് Aയിലേക്ക് നീക്കുന്നു. ഈ പോർട്ട് പ്രോഗ്രാമിന്റെ ഇൻപുട്ട് പോർട്ടായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ MOV P2 A എന്ന് ടൈപ്പ് ചെയ്യുക. അക്യുമുലേറ്ററിൽ നിന്ന് പോർട്ട് 2 P2ലേക്ക് വാല്യൂ നീക്കാനാണിത്. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക SJMP L1. ഈ വരി നമ്മൾ ക്രിയേറ്റ് ചെയ്ത L1 ലേബലിലേക്ക് തിരികെ പോകാൻ സഹായിക്കുന്നു. ഇത് അനന്തമായ ലൂപ്പ് സൃഷ്ടിക്കുന്നു. പ്രോഗ്രാം അവസാനിപ്പിക്കാൻ ഇപ്പോൾ എൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ടാർഗറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാർഗറ്റ് 1നുള്ള ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക. ഫ്രീക്വൻസി 11.052 MHz ആയി മാറ്റുക. ചിപ്പ് റോം ഉപയോഗത്തിന്റെ ബോക്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ മെനുവിലേക്ക് പോയി ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക. എക്സിക്യൂട്ടബിളിന്റെ പേരിൽ ഹെക്സ് ഫയലിന്റെ പേര് എൻ്റർ ചെയ്യുക. ഇവിടെ ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ ആണ്. ക്രിയേറ്റ് ഹെക്സ് ഫയൽ ബോക്സ് സെലക്ട് ചെയ്ത് തുടരുന്നതിന് OK ക്ലിക്ക് ചെയ്യുക. മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്യുക. എന്തെങ്കിലും എററുകൾ അല്ലെങ്കിൽ വാർണിംഗുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബിൽഡ് ഔട്ട്പുട്ടിൽ ഇത് എററുകളുടെയും വാർണിംഗുകളുടെയും എണ്ണം കാണിക്കും. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് എന്നതിന് അടുത്തതായി ബിൽഡ് ടാർഗറ്റ് എന്ന പേരിൽ ഒരു ഐക്കൺ ഉണ്ട്. ബിൽഡ് ടാർഗറ്റിൽ ക്ലിക്ക് ചെയ്യുക. ബിൽഡ് ഔട്ട്പുട്ടിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് കോൺഫിഗറേഷനിൽ നിന്ന് ഹെക്സ് ഫയൽ സൃഷ്ടിക്കുന്നതിന് ഡിസ്പ്ലേ ചെയ്യും. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് കോൺഫിഗറേഷൻ 0 എറർ 0 വാർണിംഗ്. സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം എൻ്റർ ചെയ്ത ശേഷം മൈക്രോ കൺട്രോളർ കിറ്റ് ഓണാക്കുക. ഇപ്പോൾ USB കേബിൾ ഉപയോഗിച്ച് മൈക്രോ കൺട്രോളർ കിറ്റിലേക്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്യുക. കേബിളിന്റെ ഒരറ്റം ലാപ്ടോപ്പിലേക്കും മറ്റേ അറ്റം മൈക്രോ കൺട്രോളർ കിറ്റിലേക്കും കണക്ട് ചെയ്യുക. ഇപ്പോൾ കീബോർഡിലെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് കോഡ് ബേൺ ചെയ്യാൻ ഫ്ലാഷ് മാജിക് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ സ്റ്റെപ്പ് 1 മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യുക. മൈക്രോ കൺട്രോളർ സ്പെസിഫിക്കേഷൻ കിറ്റുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ഇവിടെ നമ്മൾ 89V51RD2 ഉപയോഗിക്കുന്നു. ഇപ്പോൾ കോം പോർട്ട് സെലക്ട് ചെയ്യാൻ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. പോർട്ടുകളിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോർട്ട് നമ്പർ ചെക്ക് ചെയ്യുക. ഇവിടെ ഇത് COM20 ആണ്. ഇപ്പോൾ ഫ്ലാഷ് മാജിക് ഓപ്പൺ ചെയ്ത് കോം പോർട്ട് COM20 ആയി സെലക്ട് ചെയ്യുക. ഇത് കിറ്റുകൾ തോറും വ്യത്യാസപ്പെടുന്നു. കോം പോർട്ട് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് കോം പോർട്ട് നോ ആണെന്ന് ഉറപ്പാക്കുക. ബഡ് റേറ്റ് 9600 ആയും ഇന്റർഫേസ് നൺ ISP ആയും സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓപ്ഷനുകളിലേക്ക് നാവിഗേറ്റ് ചെയ്ത് അഡ്വാൻസ്ഡ് ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്ത് ഹാർഡ്വെയർ കോൺഫിഗറേഷനുകളിലേക്ക് പോയി RST കൺട്രോൾ ചെയ്യുന്നതിന് USB DTR ഡീസെലക്ട് ചെയ്യുക. കിറ്റിൽ മുൻപ് ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും ഇറേസ് ചെയ്യുന്നതിന് ഇറേസ് ഓൾ ഫ്ലാഷ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റെപ്പ് 3 ഫേംവെയറിലേക്ക് പോയി ക്രിയേറ്റ് ചെയ്ത ഹെക്സ് ഫയൽ ബ്രൗസ് ചെയ്ത് ഹെക്സ് ഫയൽ സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5ലേക്ക് നാവിഗേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. കിറ്റിലേക്ക് പ്രോഗ്രാം ഡംപ് ചെയ്യാൻ ഇപ്പോൾ മൈക്രോ കൺട്രോളറിലെ കിറ്റ് റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം അനുസരിച്ച് പോർട്ടുകൾ കണക്ട് ചെയ്യുക. കിറ്റിലെ പോർട്ടുകൾ സ്വിച്ച് LED എന്നിവ കണ്ടെത്തുക. പോർട്ടുകൾ കണക്ട് ചെയ്യാൻ FRC കേബിളുകൾ ഫീമെയിലിൽ നിന്ന് ഫീമെയിലിലേക്ക് ഉപയോഗിക്കുക. ഇവിടെ പോർട്ട് 1 സ്വിച്ചിലേക്കും പോർട്ട് 2 LED-യിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പ്രോഗ്രാം ബേൺ ചെയ്യാൻ വീണ്ടും റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ LED രൂപത്തിൽ മൈക്രോ കൺട്രോളർ കിറ്റിലെ ഔട്ട്പുട്ട് കാണുന്നതിന് സ്വിച്ചുകൾ ഉയർത്തിയും താഴ്ത്തിയും ടോഗിൾ ചെയ്യുക. ടോഗിൾ സ്വിച്ച് ഹൈ ആയി സെറ്റ് ചെയ്യുമ്പോൾ LED ഹൈയും സ്വിച്ച് ലോ ആയി സെറ്റ് ചെയ്യുമ്പോൾ LED ലോയും ആയിരിക്കും.
ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് 8051 മൈക്രോ കൺട്രോളറിലെ പോർട്ട് പിന്നുകൾ തിരിച്ചറിയാൻ, മൈക്രോ കൺട്രോളർ കിറ്റിൽ പ്രോഗ്രാം എൻ്റർ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ. വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.